ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ, നിർണായക ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ബോംബിടുമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭീഷണികൾക്കിടയിൽ തങ്ങളുടെ ആയുധ ശേഖരം പരീക്ഷിച്ച് ലോകത്തെ ഞെട്ടിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ 3 മാസമായി ഇറാന്റെ സൈന്യവും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അഥവാ IRGCയും ചേർന്ന് വലിയ തോതിലുള്ള സൈനികാഭ്യാസങ്ങളാണ് നടത്തി വരുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ പുതിയ പ്രതിരോധ ആക്രമണായുധങ്ങൾ പ്രദർശിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുകയാണ് ഇറാൻ. മറ്റൊരു പ്രക്ഷുബ്ധമായ വർഷത്തിനായി ഇറാൻ ഒരുങ്ങുകയാണെന്ന വിലയിരുത്തലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഗസക്കെതിരായ ഇസ്രായേലി ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രായേലിനെതിരെയുള്ള പ്രധാന സൈനികാക്രമണങ്ങളുടെ ആവർത്തനവും ഉണ്ടാകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാൽ ഇങ്ങോട്ടടിച്ചാൽ മാത്രമാകില്ല, ചിലപ്പോൾ ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്താൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പരമാവധി സമ്മർദ്ദ നയത്തിന് കീഴിൽ അദ്ദേഹവുമായി ചർച്ച നടത്താൻ വിസമ്മതിക്കുകയും ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയുമാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ഇസ്രായേലിനോടും പാശ്ചാത്യ ലോകത്തോടുമുള്ള തങ്ങളുടെ എതിർപ്പ് നിലനിർത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നുവെന്ന് വേണം ഈ ആയുധ പരിശീലനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ. ഇറാൻ ഒമാൻ കടൽ, വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ ഇറാന്റെ സൈനികാഭ്യാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ ഇറാൻ രഹസ്യ മിസൈൽ നഗരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നും വിവരം പുറത്തുവരുന്നു. 3 പ്രധാന ഭൂഗർഭ സൈനിക താവളങ്ങൾ IRGC വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ മിസൈൽ മെഗാ സിറ്റി എന്ന് വിളിച്ച ഈ രഹസ്യ നഗരത്തിന്റെ ഉള്ളിൽ ഡസൻ കണക്കിന് ബാലിസ്റ്റിക് പ്രൊജക്ടൈലുകൾ ഉണ്ടെന്നാണ് പുറത്തുവിട്ട വീഡിയോയിൽ കാണാവുന്നത്. അവയിൽ ചിലത് വേഗത്തിൽ വിന്യസിക്കുന്നതിനായി മൊബൈൽ ലോഞ്ചറുകളിൽ സ്ഥാപിച്ച നിലയിലാണ് കാണാവുന്നത്. ഒരു നീണ്ട യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ കമാൻഡർമാർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇറാൻ പുറത്തുവിട്ട ദൃശ്യങ്ങളിലുള്ള ചില റോക്കറ്റുകൾ ഇനി പറയുന്നവയാണ്. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റായ ഗോറാം ഷഹർ, 650 കിലോമീറ്റർ ഭാരമുള്ള വാർഹെഡുള്ള ജഹാദ്, 1000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ലിക്വിഡ് ഫ്യൂവൽ റോക്കറ്റ്, 150 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിച്ച് 180 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന സോളിഡ് ഫ്യൂവൽ റോക്കറ്റായ L360, 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാനും 750 കിലോഗ്രാം വരെ ഭാരമുള്ള ഒരു വാട്ടർ ഹെഡ് വഹിക്കാനും കഴിയുന്ന 2 ഘട്ടങ്ങളുള്ള റോക്കറ്റായ കദിർ, ഏകദേശം 1800 കിലോമീറ്റർ ദൂരപരിധിയും 750 കിലോഗ്രാം വരെ ഭാരമുള്ള പോർമുനകളുള്ള ലിക്വിഡ് ഫ്യൂവൽ മിസൈലായ ഇമാദ്, 2500 കിലോമീറ്റർ സഞ്ചരിച്ച് ആക്രമണം നടത്താൻ കഴിയുന്ന സൗമർ എന്നിങ്ങനെയാണ് റോക്കറ്റ് ശേഖരം വരുന്നത്. ഇതിനു പുറമെ ഇറാന്റെ തെക്കൻ തീരത്ത് ഒരു രഹസ്യ ഭൂഗർഭ നാവിക താവളത്തിന്റെ ചില ഭാഗങ്ങളും IRGC നാവികസേന പുറത്തുവിട്ട ദൃശ്യങ്ങളിലുണ്ട്. അതിനുള്ളിൽ 100 കണക്കിന് മിസൈലുകൾ വഹിക്കുന്ന സ്പീഡ് ബോട്ടുകളും ആന്റിഷിപ്പ് മൈനുകളും കൂടാതെ കദിർ 380 എന്ന പുതിയ ക്രൂയിസ് മിസൈലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കദിർ 380ക്ക് 1000 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കഴിയും. അതായത് ഇറാനിന് തങ്ങളുടെ പ്രദേശത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ദൂരെ നിന്ന് വരുന്ന കപ്പലുകളെ ആക്രമിക്കാൻ കഴിയും. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു പുതിയ ആന്റിഷിപ്പ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉടൻ പുറത്തിറക്കുമെന്നും IRGC പറയുന്നു. യുദ്ധവിമാനങ്ങളുടെ കാര്യമെടുത്താൽ സെയ്ക്കെ, അസറാഖ് തുടങ്ങിയ ചില ആഭ്യന്തര മോഡലുകളും 1979 ഇറാന്റെ വിപ്ലവത്തിനു മുമ്പുള്ള നിരവധി പഴയ US, റഷ്യൻ മോഡലുകളും ഇറാന്റെ കൈവശമുണ്ട്. ഇവയെല്ലാം നവീകരിച്ച് പുതിയ രീതിയിൽ സജ്ജമാക്കിയിരിക്കുകയാണ് ഇറാൻ. ഈ ശേഖരത്തിന് പുറമെ ശത്രു ഡ്രോണിനെ തടയാൻ MiG-29 യുദ്ധവിമാനങ്ങൾക്കൊപ്പം പുതിയ റഷ്യൻ നിർമ്മിത Yak-130യും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇറാൻ വളരെ കാലമായി ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ലഭിക്കാത്ത നൂതന Su-35 യുദ്ധവിമാനങ്ങൾക്കായി പൈലറ്റുമാരെ പരിശീലനവും നടക്കുന്നുണ്ട്. ഇവ വൈകാതെ ലഭിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ ഒക്ടോബർ അവസാനത്തിൽ ഇസ്രായേൽ ഒന്നിലധികം ഇറാനിയൻ പ്രവിശ്യകൾ ആക്രമിച്ചതിനു ശേഷം നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഇറാനിയൻ അധികാരികൾ മുൻഗണന നൽകുന്ന കാര്യമാണ്. ആ ആക്രമണത്തിനു ശേഷം ഇറാന്റെ റഷ്യൻ നിർമ്മിത S-300 മിസൈൽ പ്രതിരോധ ബാറ്ററികളിലെ 4 ഭാഗങ്ങളും നഷ്ടപ്പെട്ടുവെന്നും ഇസ്രായേലി സൈനിക വൃത്തങ്ങൾ അവകാശപ്പെട്ടതായി പ്രാദേശിക പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാൻ മിക്കവാറും പ്രതിരോധമില്ലാത്ത അവസ്ഥയിലാണെന്നും അവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ആഘാതം പരിമിതമാണെന്നും കേടായ ഗിയർ മാറ്റിസ്ഥാപിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നു. വർഷങ്ങളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര ബവാർ 373യുടെ നവീകരിച്ച പതിപ്പിനൊപ്പം ജനുവരിയിൽ S-300ഉം തത്സമയ പരീക്ഷണങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും ഉയർന്ന ഉയരത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ബവാർ 373. 300 കിലോമീറ്റർ കൂടുതൽ ദൂരത്തിൽ വരുന്ന മിസൈലുകളെ വെടിവെക്കാൻ ഇതിന് കഴിവുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ തന്ത്രപ്രധാനമായ സയ്യദ് 48 സർഫസ് ടു എയർ മിസൈലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ഇറാന്റെ കൈവശമുണ്ടായിരുന്ന 15 ഗോർദാദ്, മാജിദ്,
അർമാർ, സൗബിൻ തോണ്ടാർ എന്നിവയുൾപ്പെടെ വിവിധ മിസൈലുകൾ, പ്രതിരോധ സംവിധാനങ്ങളും കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഇറാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ജനുവരിയിൽ നടന്ന അഭ്യാസത്തിനിടെ 358 എന്ന ബ്രാൻഡിലുള്ള ഒരു സർഫസ് ടു എയർ മിസൈൽ ഇറാൻ പുറത്തിറക്കിയിട്ടുണ്ട്. 400 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ പുതിയ മിസൈൽ ഡ്രോണുകളെയും താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങളെയും വെടിവെച്ചു വീഴ്ത്താൻ കഴിവുള്ളവയാണ്. ഇതിനു പുറമെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവ തടയാനും ഇറാൻ പരിശീലനം നടത്തി വരികയാണ്. ഇറാനിയൻ നിർമ്മിത പ്രധാന യുദ്ധ ടാങ്കും റഷ്യൻ നിർമ്മിത BMP-2 കാരിയറും ഉൾപ്പെടെയുള്ള ഭാരമേറിയ കവചിത വാഹനങ്ങൾ മരുഭൂമിയിലും തീരദേശ സാഹചര്യങ്ങളിലും ഇറാൻ പരീക്ഷിച്ചു വരികയാണ്. പകൽ സമയത്തും രാത്രിയിലും വരുന്ന ആക്രമണങ്ങൾക്കെതിരെ തീരദേശ പ്രതിരോധ ശേഷി പരീക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള ആംഫിബിയൻ ഓപ്പറേഷനുകൾ സൈനികരും പ്രത്യേക സൈനിക കമാൻഡർമാരും പരിശീലിച്ചു വരികയാണ്. ജമരൻ, സാഗ്രേസ് എന്നീ യുദ്ധക്കപ്പലുകളും നിരവധി സ്പീഡ് ബോട്ടുകളും ഇറാൻ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ചു. താരിഖ്, ഫത്തേ, ഗാദിൽ എന്നിവയുൾപ്പെടെ നിരവധി ക്ലാസ് അന്തർവാഹിനികളെ ഇറാൻ ഇതിനോടകം വിന്യസിച്ചു കഴിഞ്ഞു. അന്തർവാഹിനികളിൽ നിന്ന് ആഭ്യന്തര വാൽഫജർ ടോർപിഡോകൾ വിക്ഷേപിച്ചതായി കമാൻഡർമാർ വെളിപ്പെടുത്തുന്നുണ്ട്. രൂപം മാറ്റിയെടുത്ത വ്യാപാര മദർഷിപ്പിൽ 180 മീറ്റർ റൺവേ, 2 നിലകളിലായി 8 ഹാങ്ങറുകൾ, ഒരു ആശുപത്രി, ഒരു ഫുട്ബോൾ പിച്ച്, ഡ്രോണുകൾ, ഹെലികോപ്റ്ററുകൾ, കപ്പലുകൾ എന്നിവയ്ക്കുള്ള ഇന്ധനം സ്റ്റേഷനുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിന് അബാബിൽ, മോഹജർ, ഹോമ എന്നിവയുടെ വകഭേദങ്ങൾ വിക്ഷേപിക്കാനും ഡ്രോണുകളെ ആക്രമിക്കാനും കഴിയും. ഇതിനെല്ലാം പുറമെ ഉക്രൈനിലെ യുദ്ധത്തിനായി ഇറാൻ റഷ്യക്ക് നൽകിയതായി പാശ്ചാത്യ രാജ്യങ്ങൾ അവകാശപ്പെടുന്ന ഷാഹദ് 1 വേ ആളില്ലാ ആകാശ വാഹനങ്ങളുടെ വകഭേദങ്ങൾ ഉൾപ്പെടെ 1000 പുതിയ ഡ്രോണുകൾ വിതരണം ചെയ്തതായി ഇറാൻ സൈന്യം പ്രത്യേകം ഇതോടൊപ്പം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം അവർ പുറത്തുവിട്ട ഏതാനും ആയുധങ്ങൾ മാത്രമാണ്. പുറത്തുവിട്ടവയും പരീക്ഷിക്കുന്നവയും ഏറെ ഇനിയുമുണ്ട്. US യൂറോപ്യൻ ഉപരോധങ്ങൾ നിലനിൽക്കുന്നതിനാൽ പല അന്താരാഷ്ട്ര പാർട്സും വിതരക്കാരിൽ നിന്ന് വാങ്ങാൻ ഇറാന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ അവ തദ്ദേശീയമായി ഇറാൻ നിർമ്മിച്ചവയാണ്. അതിനാൽ ഇപ്പോൾ കണ്ടത് ഒരു സാമ്പിൾ മാത്രമാകാം. ഒരു രാജ്യവും തങ്ങളുടെ യഥാർത്ഥ സൈനിക ശേഷി പുറത്തുവിടില്ല എന്നതിനാൽ ഇറാൻ ഇപ്പോൾ കാണിച്ചത് അവരുടെ ശേഖരത്തിൻ്റെ ഒരറ്റം മാത്രമാകാനാണ് സാധ്യത. സ്വന്തമായി ആണവായുധം വരെ കൈവശമുള്ള രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം വളരെ വലുത് തന്നെ ആകാനാണ് സാധ്യത. ഈ സാഹചര്യത്തിലും ഇവയൊന്നും പുറത്തെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് എവിടെയും യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. Waytonikah.com, the exclusive Muslim matrimonial site.